അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴ കലത്തപ്പമാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു കലത്തപ്പത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ചു പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാനിലാണ് ഞാൻ തയ്യാറാക്കിയിരുന്നത്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കണ്ടു നോക്കുക. ഈ ഏത്തപ്പഴ കലത്തപ്പം ഞാൻ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പമാണ് ഈ ഏത്തപ്പഴ കലത്തപ്പം എന്ന് പറയുന്നത്. സാധാരണ റംദാൻ ഒരു ദിവസം ഞാൻ ഈ കലത്തപ്പം തയ്യാറാക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു ഐറ്റമാണ് ഈ ഏത്തപ്പഴ കലത്തപ്പം. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ തരണം. അതോടൊപ്പം തന്നെ ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പുതിയ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബിന്റെ അടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഏത്തപ്പഴ കലത്തപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഏത്തപ്പഴ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ എടുത്താൽ മതിയാകും. ഇതിന് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കും. കുതിർന്ന ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴം നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇത് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് മൈക്രോവേവിൽ പുഴുങ്ങിയെടുക്കാം. ഞാനിതിപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മൈക്രോവേവിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനി പുഴുങ്ങിയെടുത്തിട്ട് വരാം. ഞാനിവിടെ ഈ പഴം പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടച്ചു വെച്ചിട്ടാണ് 5 മിനിറ്റ് ഞാൻ പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുത്താൽ മതി. കണ്ടോ, ഇവിടെ നല്ലതുപോലെ പഴം പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷമാണ് ഇത് അരച്ചെടുക്കുന്നത്. കണ്ടോ, നല്ലതുപോലെ ഇത് പുഴുങ്ങി വന്നിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കണം. നല്ല ചൂടാണ് കേട്ടോ. ഈ ഒരു അളവിൽ എടുക്കുമ്പോഴേക്ക് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴം മതിയാകും. കണ്ടോ, ഇതിപ്പം നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിനുള്ളിൽ നാരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ. നാര് ഇതിൽ കിടക്കാൻ പാടില്ല. ഇതുപോലെ നാര് മാറ്റിയിട്ടേക്കണം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി ഇവിടെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഈ 1 കപ്പും ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന പഴവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതിയാകും. ആ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, അരച്ചെടുക്കുമ്പം ഒരുപാട് കട്ടിയാകരുത്, ഒരുപാട് ലൂസും ആകരുത്. ഈ ഒരളവിൽ നിങ്ങൾ അരച്ചെടുത്താൽ മതി. പുഴുങ്ങിയ ഏത്തപ്പഴം കൂടി ഇതിലുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇതിനി മാറ്റി വെച്ചിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിക്കും 1 ഏത്തപ്പഴത്തിനും കൂടിയിട്ട് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കര ഇവിടെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതിനെ അരിച്ചൊഴിക്കാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇനി 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇടുന്നത്, ബേക്കിംഗ് പൗഡർ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഉപ്പും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ പിസ്ത പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ഈ പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അരിച്ച് തന്നെ എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിനുള്ളിൽ അഴുക്ക് കാണും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ അരിയുടെ കൂടെ ഈ ശർക്കര നല്ലതുപോലെ യോജിച്ച് വരണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ദോശമാവിൻ്റെ ഒരു പരുവത്തിലിരിക്കും. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് കട്ടിയുമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 10-20 ചെറിയ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്, ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പുഴുങ്ങിയ ഏത്തപ്പഴമല്ല കേട്ടോ. ഈ ഏത്തപ്പഴത്തിനെ 4ആയിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല പഴുത്ത പഴം തന്നെ നിങ്ങൾ എടുക്കണം, പച്ചപ്പഴം നമ്മൾ ഇതിനായിട്ട് എടുക്കരുത്. പിന്നെ വേണ്ടത് ഈ ചെറിയ ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞെടുക്കണം. ഇതിവിടെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടാകുമ്പോഴേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ ചുവന്നുള്ളി ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള എടുക്കരുത് നിങ്ങൾ, ചെറിയ ചുവന്നുള്ളി തന്നെ ഇതിലേക്ക് എടുക്കണം, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ നെയ്യിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഏത്തപ്പഴവും ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഇത് വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഉടഞ്ഞ് ഇത് ചേരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഈ നെയ്യിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആവണം, അത്രേ വേണ്ടൂ. ഇത്രയും മതിയാകും. കാരണം ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഇനി ഇതിൽ കിടന്നാൽ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകും. അങ്ങനെ വരാൻ പാടില്ല. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം, കാരണം പ്രഷർ കുക്കർ നല്ല ചൂടായിരിക്കുകയാണല്ലോ. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഈ പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഏത്തപ്പഴവും ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കർ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ഫ്ലെയിം കുറച്ചു കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഫ്ലെയിം കുറച്ച് കൊടുത്ത ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പോകണം. 5 മിനിറ്റ് മാത്രമേ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം കുറയ്ക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ സ്റ്റീം വരും. ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൽ നിന്ന് സ്റ്റീം പോകുന്നത്. ഈ സമയം ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഞാനിത് ലോ ഫ്ലെയിമിൽ വെക്കുവാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 15 മിനിറ്റ് ഇനി ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ കൊണ്ട് നമുക്ക് കുത്തി നോക്കാം. നമ്മൾ കേക്ക് ബേക്കായോ എന്നറിയാൻ നോക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് കുത്തി നോക്കണം. കണ്ടോ, സ്റ്റിക്ക് ഇവിടെ ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടെന്നാണ്. അപ്പം ഇനി ഇത് ഉടൻ തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇപ്പം തന്നെ ഇതിങ്ങനെ സൈഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം തന്നെ ഇതിൽ നിന്ന് താനെ വിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഈ കുക്കറിൽ നിന്ന് മാറ്റാവുന്നതാണ്.
കാരണം ഇതിൽ നമ്മൾ ഇത് ഏത്തപ്പഴം കൊണ്ടുള്ള കലത്തപ്പമല്ലേ, അപ്പം ഈ ഏത്തപ്പഴം ചേർത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നമ്മൾ ചൂടോടെ മാറ്റുമ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാം കണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് തണുത്ത ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പം ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ നിന്ന് താനേ ഇളകി കിട്ടും. കണ്ടോ, ഇങ്ങനെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഏത്തപ്പഴ കലത്തപ്പം ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കലത്തപ്പമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഈ കലത്തപ്പം ഇരിക്കുന്നത്. ഇതുപോലെ ഇരിക്കണം.